കുഞ്ഞളിയ കിറ്റിയെ ഇംപ്രസ് ചെയ്യാനായിട്ട് എന്റെ കയ്യിൽ ഒരു നല്ല ഐഡിയ ഉണ്ട്. ഇങ്ങോട്ടൊന്ന് നോക്ക്. Wow, very good, honey bunny. ടൈറ്റാനിക് കപ്പൽ കടലിനടിയിൽ താണു. സോർദാറും ഹണിയും ബോധം കെട്ട് വീണു. അടികൈ. Bunny, you are so good. അതൊക്കെ ശരി തന്നെ, പക്ഷെ എങ്ങനെ താഴേക്ക് ഇറങ്ങാ? താഴേക്ക് ഞാൻ ഇറക്കി തരാം, സംശയമുണ്ടോ? ഹലോ സർ. ഹലോ സർ, ഇന്ന് രാത്രി ഡിന്നറിന് ഞാനും കിറ്റിയും പുറത്തേക്കൊന്ന് പോയിട്ട് വന്നോട്ടെ. ഇന്ന് എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടിയിരിക്കുകയാണ്. വെണ്ണ ഉരുക്കിയത് കൊണ്ട് നെയ്യുണ്ടായി. സണ്ണിയും ഇപ്പോൾ കാശുകാരനായി. അടികൈ. കൂട്ടുകാരന് പ്രചോദനം നൽകേണ്ടത് നിങ്ങളല്ലേ? അടികൈ. Congratulations, Sunny. ഞാൻ തീർച്ചയായും നിന്നോടൊപ്പം ഡിന്നറിന് വരും. ഇത് കാണുമ്പോ എനിക്ക് ദേഹം മുഴുവൻ കത്തി എരിയാണ്. കാത്തു വെച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിക്കൊണ്ട് പോയേ. സംശയമുണ്ടോ? ഇതൊക്കെ കണ്ടുന്ന് വെച്ച് നിന്റെ മനസ്സ് തളരാൻ പാടില്ല. കിറ്റിയെ നീ സന്തോഷിപ്പിക്കണമെങ്കിൽ നീ കാശുണ്ടാക്കണം. എടാ ബണ്ണി, നീ കള്ളക്കടത്ത് നടത്താൻ നോക്ക്. അങ്ങനെ ചെയ്താൽ ഒരുപാട് കാശുണ്ടാക്കാൻ പറ്റും. അതിനേക്കാളും നീ ഭിക്ഷ എടുക്കാൻ നോക്ക്. അതിലും ഒരുപാട് കാശ് കിട്ടും. സംശയമുണ്ടോ? വലി എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ജോലി ചെയ്തേ മതിയാകൂ. ഒരുപാട് കാശുണ്ടാക്കണം. അതാണ് നല്ല വഴി. പക്ഷെ അതെങ്ങനെ? മാഡം, എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്യണം. വെരി ഗുഡ്. ഈ ചവറ് വേഗം കൊണ്ടുപോയി ഡസ്റ്റ്ബിന്നിലിട്ടേക്ക്. മാഡം, എനിക്ക് വലിയ ജോലിയാ ചെയ്യേണ്ടത്. ഓക്കേ, പോയി സ്റ്റോർ റൂം നന്നായിട്ട് ക്ലീൻ ചെയ്യ്. മാഡം, ഇവൻ ചെയ്യുന്ന ജോലിയിൽ നിന്നും ഒരുപാട് കാശ് കിട്ടണം. ശരി, നിങ്ങൾ സ്റ്റോർ റൂം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 50 രൂപ തന്നേക്കാം. ഇത് നല്ല പണി തന്നെയാണ്. നീ ഇവിടെയുള്ള വീടുകളിലൊക്കെ പോയി അവിടുത്തെ സ്റ്റോർ റൂം ക്ലീൻ ചെയ്യ്. 50 രൂപ കിട്ടുമല്ലോ. മാസം എത്ര രൂപ കിട്ടും ഒന്ന് ആലോചിച്ച് നോക്ക്. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഈ പൈസ വെച്ച് നിനക്ക് ഡിന്നർ എന്നല്ല, തട്ടുകടയിൽ വിളിച്ചോണ്ട് പോയി ഒരു ദോശയും ചമ്മന്തിയും പോലും മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. തട്ടുകട, ദോശയും ചമ്മന്തിയും, അത് കൊള്ളാം. നീ കിറ്റിയെ തട്ടുകടയിൽ കൊണ്ടുപോകാൻ പോകണോ? ഇല്ല, തട്ടുകട തുടങ്ങാൻ പോവാ. എന്താ? എടാ, ഞാനൊരു ചെറിയ റെസ്റ്റോറന്റ് തുടങ്ങാൻ പോവാ. ഇന്ന് അതിലാണ് നല്ല കാശ് കിട്ടുന്നത്. അതിന്റെ പേരെന്താണെന്നറിയോ? ബണ്ണിയുടെ ദബ. ബണ്ണി, നിന്നെ ഞങ്ങൾ സഹായിക്കാൻ പോകുന്നു. ഗുഡ്, ഞാൻ എല്ലാവർക്കും ശമ്പളം തന്നേക്കാം. ഒരു കാല് ചായ പെട്ടെന്ന് എടുക്ക്. ഒരു വടയും കൂടി എടുക്കട്ടെ? വേണ്ട. കഴിക്കേട്ടാ, ഒരു ചായ മാത്രം കഴിച്ച ബണ്ണിക്ക് എന്ത് കിട്ടാനാ? എന്റെ കാശ് മുഴുവൻ പിടിച്ചു പറിക്കാൻ നോക്കുകയാണോ നീ? ശരി ശരി, നിങ്ങൾ ചായ കുടിച്ചാ മതി. ആ, ഞങ്ങൾ ചായക്ക് ഒരു 50 രൂപ മാത്രമേ ഈടാക്കുന്നുള്ളൂ. ഹണി, ഒന്നും ഇടാതിരിക്ക. 50 രൂപയോ? എനിക്ക് ചായ വേണ്ട. നീ എന്തായാലും ബന്നിയെ മുടിച്ചിട്ടേ അടങ്ങൂ അല്ലേ? ഈച്ച ഈച്ച ഇവിടെ കാണുകയാണെങ്കിൽ പിന്നെ ആരും ഇവിടെ വന്ന് ഒന്നും കഴിക്കില്ല. അടിക്കേ. ഈച്ചേ,
ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഉം? ആ, കിട്ടിപ്പോയി. എടാ എഴുന്നേൽക്ക്, കസ്റ്റമർ വരുന്നുണ്ട്, വേഗം എഴുന്നേക്ക്. സമോസയുണ്ടോ? ഇല്ല, നല്ല വടയുണ്ട്. ആർക്ക് വേണം തന്റെ സമോസ? നല്ല ചൂടുള്ള സമോസ ഇല്ലെങ്കിൽ പിന്നെ തന്റെ കട എങ്ങനെ ഓടും? ഈ കട എങ്ങോട്ടും ഓടുകയില്ല. നല്ല കനത്തിലാ ഞങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നത്. കഴുത. ഞാൻ പിടിച്ചോ. അവൻ പറഞ്ഞത് ശരിയാണ്, സമോസ തീർച്ചയായിട്ടും വേണം. എന്നാ വാ, നമുക്ക് പോയി സമൂസ ഉണ്ടാക്കാം. സംശയമുണ്ടോ? പെട്ടെന്ന് പുറത്തേക്ക് വാ. പൊരിച്ചെടുക്കേണ്ടത് നിന്നെയല്ല, സമൂസയാണ്. സംശയമുണ്ടോ? എന്റെ കൈ പിടിച്ചോ. ബന്നി, ഇത് നമ്മെ കൊണ്ട് സാധിക്കും തോന്നുന്നില്ല. അതെ, നമുക്ക് സമൂസ കടയിൽ നിന്ന് വാങ്ങിച്ചു വെക്കാം. അതാ നല്ലത്. അതിന് ലാഭം കിട്ടില്ലല്ലോ. കടയിൽ ആരുമില്ലേ? ചേട്ടായേ, ചായ എടുക്കുന്നേ. ഹണി, നല്ല ചൂട് ചായ എടുക്ക്. ഉം. പിന്നെ കഴിക്കാൻ വടയും എടുക്ക. ഇല്ല, വടയെ കുറിച്ച് സംസാരിച്ച് താൻ ഇവിടുന്ന് ഓടും. നേരത്തെ വന്ന ആളെ ഇവിടുന്ന് ഓടിയതാ. ചേട്ടാ വെയിറ്റ്, വട ഞാൻ തരാം. സംശയമുണ്ടോ? അതെ, താൻ പറഞ്ഞപ്പോ ചെറിയൊരു സംശയം തോന്നുന്നുണ്ട്. ഇവൻ പറയുന്നത് കേൾക്കുമ്പോ വട കഴിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, പാലകത്താണല്ലോ ഉള്ളത്. അല്ല, എന്താ സംഭവിച്ചത്? ഫയർ സ്റ്റേഷനാണോ? ഒന്ന് വേഗം ഇങ്ങോട്ട് വാ, ഇവിടെ ഭയങ്കര തീ പിടിച്ചിരിക്കുകയാണ്. ചേട്ടാ, ചേട്ടൻ ഇതുവരെ ഇവിടുന്ന് പോയില്ലേ? ഇനി എന്തായാലും ഇവിടുന്ന് ചായ കിട്ടാൻ പോകുന്നില്ല. വേറെ എവിടെയെങ്കിലും പോയി കുടിക്കേ. ഓ മൈ ഗോഡ്, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? ഡാബയിൽ തീ പിടിച്ചു. താങ്ക് ഗോഡ്, നീ എന്തായാലും രക്ഷപ്പെട്ടല്ലോ. ഇവരും രക്ഷപ്പെട്ടു മാഡം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അത് തന്നെയാണ്. നിങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടല്ലോ. ആ, പിന്നെ തട്ടുകട പപ്പടവട കരിയുന്നത് പോലെ കരിഞ്ഞു പോയി. സംശയമുണ്ടോ? പാവം ബണ്ണി ബിസിനസ് തുടങ്ങിയതിന് അന്ന് തന്നെ അതിന് പൂട്ടിടേണ്ടി വന്നു. ഒരു കുഴപ്പമില്ല ബണി, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമേ നീ ചെയ്യാവൂ. എല്ലാവരെ കൊണ്ടും എല്ലാ ജോലിയും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഇവനെ കൊണ്ട് എന്ത് ജോലി ചെയ്യാൻ പറ്റും മാഡം? വീട്ടിലിരുന്നു കൊണ്ട് നന്നായിട്ട് അടിച്ചു പൊളിക്കുക തന്നെ. ജോലി ചെയ്യാനായിട്ട് ഞാനുണ്ടല്ലോ. ശരിയാണ്. അവനവന്റെ ജോലി അവനവൻ ചെയ്തില്ലെങ്കിൽ പിന്നെ അവന്റെ ജോലി മറ്റുള്ളവർ ചെയ്യും. സംശയമുണ്ടോ?